തിയറം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് ബൈസെക്ഷൻ മെത്തേഡ് ആ ലൊക്കേഷൻ ഓഫ് റൂട്ട് തിയറത്തെ ബേസ് ചെയ്തുകൊണ്ട് അത് പ്രിൻസിപ്പൾ ആയിക്കൊണ്ട് നമുക്കൊരു ക്യൂബിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർത്ത് ഡിഗ്രി ഇക്വേഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. അപ്പൊ ആ ഒരു ക്യൂബിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ലൊക്കേഷൻ ഓഫ് റൂട്ട് തിയറം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ നമ്മൾ ഒരു ഫംഗ്ഷൻ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയിട്ട് എഴുതുക. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണല്ലോ, x³ - 9x + 1 ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ f of a നെഗറ്റീവും f of b പോസിറ്റീവും ആകുന്ന, അല്ലെങ്കിൽ ഓർ ഇങ്ങനെ വേണം, f of a പോസിറ്റീവും f of b നെഗറ്റീവും ആകുന്ന ഒരു എയും ബിയും കണ്ടുപിടിക്കണം. എന്താ അങ്ങനെ പറഞ്ഞാൽ അർത്ഥം എന്തുകൊണ്ടാണ് അങ്ങനെ? ഇപ്പൊ നോക്കുക, നമ്മൾ ഫംഗ്ഷൻ ഗ്രാഫ് വരച്ച് എ എന്ന പോയിന്റിൽ ഫംഗ്ഷൻ നെഗറ്റീവാണ്. എ എന്ന ഫംഗ്ഷൻ അപ്പൊ എഫ് ഓഫ് എ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയോ ഉണ്ട്, ഈ വൈ ആക്സിസിന് താഴെ വൈ ആക്സിസിൽ എവിടെയോ ഉണ്ട് എഫ് ഓഫ് എ ഇവിടെ ഉണ്ട്, എഫ് ഓഫ് എ ഇവിടെ ഉണ്ട്, എഫ് ഓഫ് എ ഇതാണ്. സിമിലർലി എഫ് ഓഫ് ബി ഇവിടെ ആണെങ്കിൽ എഫ് ഓഫ് ബി പോസിറ്റീവ് ആണ്, ഇവിടെ എവിടെയോ ആണ്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, പോളിനോമിയൽ ഫംഗ്ഷൻ ഒക്കെ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഗ്രാഫ് നിങ്ങൾ വരച്ചാൽ ഇവിടെ മുതൽ ഇതുവരെ പെൻ എടുക്കാതെ വരയ്ക്കാൻ പറ്റും. അപ്പൊ ഇത് ഇങ്ങനെ പോയത് എവിടെയോ ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യും. ഈ എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്ന ഈ പോയിന്റിനെ നമ്മൾ സി എന്ന് വിളിക്കുന്നത്. സി എന്താ സിയുടെ പ്രത്യേകത? എഫ് ഓഫ് സി എന്താണ്? 0 ആണ് അല്ലേ? എഫ് ഓഫ് സി 0 ആണ്, എഫ് ഓഫ് സി 0 ആണ്. സോ വി ഗോട്ട് സി എന്ന എന്ത് കിട്ടി? സി എന്ന റൂട്ട് കിട്ടി അല്ലേ? ഇനി എങ്ങനെ ഈ സീനെ കണ്ടെത്തുക? സീനെ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യുക? അതാണ് ലൊക്കേഷൻ ഓഫ് റൂട്ട് തിയറം. റൂട്ടിനെ ലൊക്കേറ്റ് ചെയ്യുക, സി എന്ന റൂട്ടിനെ ലൊക്കേറ്റ് ചെയ്യാൻ എങ്ങനെ? അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ എ ബി എന്ന ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് എയും ബിയും കണ്ടെത്തലാണ്. ഈ ഫംഗ്ഷനിൽ നിങ്ങൾ ഒരു വാല്യൂസ് നിങ്ങൾ ട്രയലിന്റെ വാല്യൂസ് കൊടുക്കുക, 0, 1, -1, 2, -2, 3, -3 ഒക്കെ കൊടുത്തു നോക്കുക. അടുത്തടുത്ത് പോസിറ്റീവ് നെഗറ്റീവ് ഓപ്പോസിറ്റ് സൈന് കിട്ടുന്ന സ്ഥലം നെഗറ്റീവ് ഇടുന്ന ആളെ എയും പോസിറ്റീവ് ഇടുന്ന ആളെ ബിയും കൊടുക്കുക, അല്ലെങ്കിൽ തിരിച്ചെടുത്താലും മതി, എങ്ങനെ ആയാലും മതി. ഓക്കെ, ഇനി തിരിച്ചായാലും മതി. എയുടെ പോസിറ്റീവും ബിയുടെ നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല, എന്റെ പോസിറ്റീവ് ബിന്റെ ഇവിടെ നെഗറ്റീവ്, ഇങ്ങനെയാണെങ്കിൽ ക്രോസ് ചെയ്യും. എന്തായാലും ക്രോസ് ചെയ്യേണ്ടി വരും. കാരണം എന്താ? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, പെണ്ണെടുക്കാതെ വരയ്ക്കണം, എക്സാക്സിനെ ക്രോസ് ചെയ്താലേ അറിയത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ എന്തായാലും ചെയ്തേ, നമ്മൾ ആദ്യം എ ബി കണ്ടെത്തുന്നത് അതിനെ കഷ്ണം നോക്കി. ബൈസെക്ഷൻ എന്ന് പേര് വരാൻ കാരണം എന്താ? ഇതാണ് എ, ഇതാണ് ബി. സപ്പോസ് 1ഉം 5ഉം ആണ് വിചാരിക്കുക, ബി 5ഉം എ 1ഉം ആണ് വിചാരിക്കുക. എഫ് ഓഫ് 1 നെഗറ്റീവ്, എഫ് ഓഫ് 5 പോസിറ്റീവ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ മിഡ് പോയിന്റ് കാണും. 1-5 മിഡ് പോയിന്റ് എത്ര? 1+5/2 6/2 3 എന്ന് വരും, 3 കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാറിയോ? എഫ് ഓഫ് 3 കണ്ടെത്തുക. എഫ് ഓഫ് 3 കണ്ടെത്തിയിട്ട് നോക്ക്, എഫ് ഓഫ് 5 പോസിറ്റീവ് ആണ്, എഫ് ഓഫ് 5 പോസിറ്റീവ് ആണ്, എഫ് ഓഫ് 1 നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈന് ഇടയിൽ എന്തുണ്ടാവും? ഇവിടെ എവിടെയോ റൂട്ട് ഉണ്ട്. ഇവിടെ എവിടെയോ റൂട്ടില്ലേ? എയുടെയും ബിയുടെയും ഉള്ളിൽ എവിടെയോ റൂട്ട് ഉണ്ട്, അയാളെ കണ്ടെത്തണം. അപ്പൊ ഞാൻ മിഡ് പോയിന്റ് എടുത്ത് 3 എടുത്ത്, 3ന്റെ പേരാണ് എന്ത്? സി. അപ്പൊ ഞാൻ ആദ്യത്തെ ആളെ എ നോട്ട് എന്ന് വിളിച്ചു, രണ്ടാമത് ഈ ബി നോട്ട് എന്ന് വിളിച്ചു, ഇതിനെ സി നോട്ട് എന്ന് വിളിച്ചു. സി നോട്ട് ആണ് 3. എന്നിട്ട് എഫ് ഓഫ് സി നോട്ട് കാണാം, എഫ് ഓഫ് സി നോട്ട് കാണാം. എത്ര? എഫ് ഓഫ് 3 എത്ര? എഫ് ഓഫ് 3 സപ്പോസ് പോസിറ്റീവ് ആണ് വിചാരിക്കാം. എഫ് ഓഫ് സി നോട്ട് പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ എവിടെയാ റൂട്ട് ഉള്ളത്? പിന്നെ എവിടെയാ റൂട്ട് ഉണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റുക? ഇതും പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഇവിടെ റൂട്ട് ഉണ്ടാവുന്നുണ്ടോ? നിർബന്ധം തന്നെ, ചിലപ്പോൾ ഉണ്ടാവാൻ വിചാരിക്കാം. ഇവിടെ ഉറപ്പായിട്ട് റൂട്ട് ഉണ്ട്, ഇവിടെ ഉറപ്പായിട്ട്. അപ്പൊ പുതിയ ഇന്റർവൽ ആരാ? ഇത് പോയിട്ടോ, ഇത് പോയി. ഇതിനെ ഞാൻ മായ്ച്ചു, ഇല്ല, ഇവിടെ പോയി. ഇന്റർവൽ ചെറുതായി കിട്ടി. 3ന്റെയും 1ന്റെയും ഇടയിലാണ് ഇപ്പോൾ റൂട്ട് ഉള്ളത് മനസ്സിലായി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ വീണ്ടും മിഡ് പോയിന്റ് എടുക്കുന്നു. അപ്പൊ എ നോട്ടിന്റെയും സി നോട്ടിന്റെയും മിഡ് പോയിന്റിനെ ഞാൻ C1 എന്ന് വിളിച്ചു, C1 എന്നും വിളിച്ചു. ഓക്കെ, C1 വിളിച്ചു. എഫ് ഓഫ് C1 സപ്പോസ് നെഗറ്റീവ് ആണ്. എഫ് ഓഫ് C1 കണ്ടാ ഇവിടെ 1നും 3ന്റെ ഇടയിൽ ആരാണ്ട് 1.5 എഫ് ഓഫ് 1.5 ആ ഇതിൽ കൊടുത്തു നോക്കുക. എഫ് ഓഫ് 1.5 അഥവാ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ ഇവിടെ റൂട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ഇവിടെയാണ് റൂട്ട് ഉണ്ടാവുക. ഇവിടെ ഉണ്ടാവുമോ? ഇത് നെഗറ്റീവാണ്, അപ്പൊ ഉണ്ടാവാൻ ഉറപ്പില്ല. ഇത് നെഗറ്റീവാണ്, ഇവിടെ റൂട്ട് ഉണ്ടാവുന്ന ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഉണ്ടാവും. ഇത് നെഗറ്റീവും പോസിറ്റീവാണ്, ഓപ്പോസിറ്റ് സൈഡുകൾക്കിടയിൽ റൂട്ട് ഉണ്ട്. സോ ഞാൻ ഈ ഭാഗം മായ്ച്ചു. ഇപ്പൊ എവിടെയുള്ള റൂട്ട്? 1.5
3 ഇടയിൽ എവിടെയോ ആണ്. ഓക്കെ, ഇനിയും ഞാൻ എന്ത് ചെയ്യും, ഇതിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് അഥവാ ഇനിയിപ്പോ 1.5ഉം 3 മിഡ് പോയിന്റ് ആണല്ലോ, അടുത്ത എന്താ ചെയ്യേണ്ടത്, 1.5 3 മിഡ് പോയിന്റ് എടുക്കുക. 1.5 3 മിഡ് പോയിന്റ് ആരാ, 2.25. സപ്പോസ് f of 2.25 പൂജ്യം വിചാരിക്കുക, we are done. f of 2.25 പൂജ്യമാണെങ്കിൽ 2.25 is the answer. 2.25 നമ്മൾ തിരഞ്ഞു നടക്കുന്ന സൊല്യൂഷൻ. അല്ലാന്ന് വിചാരിക്കുക 2.25 സൊല്യൂഷൻ അല്ലെങ്കിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ലോ ഓഫ് ട്രൈക്കോട്ടമി പഠിച്ചു നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ. ട്രൈക്കോട്ടമി എന്താണ്, ഒരു ഫംഗ്ഷൻ എയും ബിയും എടുത്താൽ ഒന്നുകിൽ എ ബിനേക്കാൾ വലുതായിരിക്കും, അല്ലെങ്കിൽ എ ബിനേക്കാൾ ചെറുതായിരിക്കും, അല്ലെങ്കിൽ എ ഈക്വൽ ടു ബി ആയിരിക്കും. അല്ലെങ്കിൽ ഒരു നമ്പർ എടുക്കണം, എ എടുക്കുകയാണെങ്കിൽ എ ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഏതൊരു റിയൽ നമ്പർ 3 പോസിബിലിറ്റിയേ ഉള്ളൂ, ഒന്നുകിൽ 0 ആവും, അല്ലെങ്കിൽ പോസിറ്റീവ് ആവും, അല്ലെങ്കിൽ നെഗറ്റീവ് ആവും. അപ്പൊ നമ്മൾ എഫ് ഓഫ് 2.25 0 ആണെങ്കിൽ അടച്ചു നിർത്താം, ഇനി അല്ലെങ്കിൽ അത് ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. സപ്പോസ് നെഗറ്റീവ് വിചാരിക്കുക, സപ്പോസ് നെഗറ്റീവ് ആണെങ്കിൽ എന്തൊരു, നിങ്ങൾ ഈ ഇന്റർവെൽ എടുക്കണം, ഈ ഇന്റർവെൽ വായിക്കുക, പിന്നെ പുതിയ ഇന്റർവെൽ കിട്ടും, അല്ലെങ്കിൽ ഇങ്ങോട്ട് അല്ലെ. അങ്ങനെ ഇയാളെ ചെറുതാക്കി നമ്മൾ ബൈസെക്ട് ചെയ്ത് കഷ്ണം മുറിച്ച് അത് എത്ര വേണമെങ്കിലും ചെറുതാക്കാം. നമ്മുടെ ലെങ്ത് ഓഫ് ദ ഇന്റർവെൽ ടെൻസ് ടു 0 ആവും. അങ്ങനെയാണെങ്കിൽ ഇന്റർവെൽ ലെങ്ത് ടെൻസ് ടു 0 എന്ന് പറയുന്നത് എന്താ, ഓപ്പൺ ഇന്റർവെൽ എന്നാണ്, ചെറിയ ഇന്റർവെൽ ആയി മാറും. അതിനുള്ളിൽ നമുക്കറിയാം നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആവും. അവിടെ നെസ്റ്റഡ് ഇന്റർവെൽ സീക്വൻസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ് ആൻഡ് ആദ്യമായിരുന്നു എ ബി, പിന്നെ കഷ്ണം മുറിച്ച്, പിന്നെ ഇവിടുത്തെ കഷ്ണം മുറിച്ച്, പിന്നെ കഷ്ണം മുറിച്ച് ഉള്ളിൽ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആണെങ്കിൽ നമ്മൾ നെസ്റ്റഡ് തിയറം പറയുന്നുണ്ട്, there is a theta in IN for every n. എല്ലാ ഇന്റർവെല്ലും കോമൺ ആയിട്ട് ഒരു പോയിന്റ് ഉറപ്പായിട്ട് ഉണ്ടാവുന്നു. ആ സിറ്റിയാണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാനാണെങ്കിൽ ഇൻഫിനിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി കഷ്ണം മുറിച്ച് ഒരു 10-20 സ്റ്റെപ്പ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഇന്റർവെല്ലിന്റെ ലെങ്ത് വളരെ ചെറുതാവും. 2.1 2.2 ഇടയിലുള്ള നമ്പർക്കൊക്കെ വരും. 2.1 2.2 ഇടയിൽ 2.15 ആണ്. അപ്പോൾ നല്ല കറക്റ്റ് ആൻസർ കിട്ടും അല്ലേ? ഇനി അതല്ല, ഏതെങ്കിലും സ്റ്റെപ്പിൽ വെച്ചിട്ട് C10 ഞാൻ 10 സ്റ്റെപ്പ് ചെയ്തു, 10 വട്ടം ബൈസെക്ട് ചെയ്തപ്പോൾ C10 കിട്ടി. C10 0 ആവുകയാണെങ്കിൽ C10 is the answer. ഇനി ഒരു സ്റ്റെപ്പിലും അത് അവസാനിക്കുന്നില്ലെങ്കിൽ അത് ഇൻഫിനിറ്റ് ആയിട്ട് പോകും. അപ്പൊ നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി സബ് ഇന്റർവെൽസ് അല്ലെങ്കിൽ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ഇന്റർവെൽസ് തന്നെ കിട്ടും. അപ്പൊ നെസ്റ്റഡ് ഇന്റർവെൽ തിയറം പ്രകാരം C ഉണ്ടാവും. സൊല്യൂഷൻ ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ പ്രോബ്ലത്തിൽ ഞാൻ ആദ്യം f(0) കൊടുത്തു. f(0) എത്ര? 0 0 1 1 ആണ്, പോസിറ്റീവ് 1. f(1) കൊടുത്തു. f(1) 1 2 -9 നെഗറ്റീവ് കിട്ടി. f(0) പോസിറ്റീവും f(1) നെഗറ്റീവും ആണ്. അതിന്റെ അർത്ഥം എന്താ, നമുക്ക് ആരെടുക്കാം, a0 ആയിട്ട് ആരെടുക്കാം, ഓപ്പോസിറ്റ് സൈഡ് കിട്ടില്ലല്ലോ. a0 ആയിട്ട് നമുക്ക് ഇയാളെടുക്കാം, ഈ 0നെ എടുക്കാം. ഇതെല്ലാം എടുക്കേണ്ടി, ഇതല്ലോ ഇതല്ലോ f of a f of b. a0 ആയിട്ട് 0യും b0 ആയിട്ട് ആര് 1ഉം. 0ന്റെയും 1ന്റെയും ഇടയിൽ ഒരു സൊല്യൂഷൻ ഉണ്ടെന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. 0ന്റെയും 1ന്റെയും ഇടയിൽ സൊല്യൂഷൻ ഉണ്ട്. a0 0 b0 1. let c0 is equal to c0 എന്ന് എടുക്കും. c0 equal to a0 plus b0 by 2. this is 0 plus 1 by 2 എത്ര? 0.5. 0.5 ആണ് ആര്, c0. അങ്ങനെയാണെങ്കിൽ c0 0.5 ആണെങ്കിൽ f of c0 നോക്കാം. f of c0 is equal to f of 0.5. f of 0.5 എത്ര? ഇവിടെ കൊടുത്തു നോക്കാം. 1/2 ക്യൂബ് 0.5 1/2 ക്യൂബ് മൈനസ് x ക്യൂബ് മൈനസ് 9x അല്ലേ? 9 into 1/2 plus 1 എത്ര ഉണ്ടാവും? 1/8 മൈനസ് 9/2 പ്ലസ് 1. ഞാൻ കാൽക്കുലേറ്റർ പരമാവധി ഒഴിവാക്കുന്നത്. 2 മൈനസ് 72 മൈനസ് 70/16 പ്ലസ് 1 16 മൈനസ് 70 മൈനസ് 54/16 ഇത് കിട്ടും. നെഗറ്റീവോ പോസിറ്റീവോ എന്ന് കിട്ടിയാൽ മതി നമുക്ക്. നെഗറ്റീവ് അല്ലേ? ഇവിടെ നെഗറ്റീവ് അല്ലേ? നെഗറ്റീവാണ്. അതുകൊണ്ട് നമുക്ക് ഇനി ഏതാ ഇന്റർവെൽ നോക്ക്. ഇവിടെ ഏതായിരുന്നു ഇന്റർവെൽ? നമ്മളെ ആദ്യം 0 0 1. f(0) പോസിറ്റീവ് അല്ലേ? f(0) പോസിറ്റീവ്, f(1) നെഗറ്റീവ്. ഇടയിൽ മിഡ് പോയിന്റ് 0.5 ഉണ്ട്. f of 0.5 ഇപ്പൊ എന്താ കിട്ടിയത്?
ഹാഫിലെ സൊല്യൂഷൻ ഉള്ളത്. ഫസ്റ്റ് ഹാഫിൽ കാരണം പോസിറ്റീവ് നെഗറ്റീവ് ഓപ്പോസിറ്റ് സൈൻ ഫസ്റ്റ് ഹാഫിലാണ് വരുന്നത്. സെക്കൻഡ് ഹാഫിൽ രണ്ട് നെഗറ്റീവാ അല്ലേ ഫസ്റ്റ് ഹാഫ്. അപ്പൊ നമ്മളെ പുതിയ ഇന്റർവൽ ആയിട്ട് നമ്മളെ പുതിയ ഇന്റർവൽ A1 B1 ആണ്. A1 ആയിട്ട് ആര് വരണം? A1 ആയിട്ട് പഴയ 0 തന്നെ വരണം. അപ്പോഴേ എഫ് ഓഫ് A1 പോസിറ്റീവ് ആവുള്ളൂ. എഫ് ഓഫ് B1 ആണ് ആര് നെഗറ്റീവ് ആയ ഇയാള്. ഇനി നമ്മൾ എന്താ ചെയ്യുക? ആദ്യത്തെ ഇന്റർവെൽ തന്നെ നമുക്ക് നോക്ക്. എഫ് ഓഫ് A0 നെഗറ്റീവ് അല്ലേ? എഫ് ഓഫ് A0 അല്ലേ നെഗറ്റീവ്? സോറി, എഫ് ഓഫ് A0 അല്ലേ പോസിറ്റീവ്? എഫ് ഓഫ് A0 അല്ലേ പോസിറ്റീവ്? അപ്പൊ ഇനി അങ്ങോട്ടൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എഫ് ഓഫ് AI പോസിറ്റീവ് ആവുന്ന എഫ് ഓഫ് A1 പോസിറ്റീവ്, എഫ് ഓഫ് A2 പോസിറ്റീവ്, എഫ് ഓഫ് A3 പോസിറ്റീവ്, എഫ് ഓഫ് A4 പോസിറ്റീവ്, അങ്ങനെ എഫ് ഓഫ് AIകളൊക്കെ പോസിറ്റീവും എഫ് ഓഫ് BIകളൊക്കെ നെഗറ്റീവും ആകത്തക്ക വിധത്തിൽ നിങ്ങൾ ചൂസ് ചെയ്യാം. അപ്പൊ നോക്ക്, ഇവിടെ പോസിറ്റീവ് ആവണ ആരാ? 0 അല്ലേ? അപ്പൊ നമ്മൾ അടുത്ത ആളാരാ? A0 കഴിഞ്ഞാൽ അതിന്റെ അടുത്ത വില A1 അല്ലേ? A1 ആയിട്ട് എന്തെടുക്കുക? A1 ആയിട്ട് പഴയ A0 തന്നെ എടുക്കുക. ഓക്കെ, ഇതൊക്കെ തിയറി നമുക്ക് ലൊക്കേഷൻ ഓഫ് തിയറി ഇതൊക്കെ തിയറി ആയിട്ട് എഴുതാനുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ജനറൽ ആയിട്ട് എഴുതാനുള്ളതാണ്. സംഖ്യകളൊന്നും നോക്കാതെ ജനറൽ ആയിട്ട് എഴുതാനുള്ളത് ശരിക്കും മനസ്സിലാക്കിപ്പോ. അപ്പൊ നമുക്ക് A1 ആരാ? A1 ആരാണോ? Therefore A1 is equal to പഴയ A0 തന്നെ. എന്തുകൊണ്ട്? A1 ആയിട്ട് പോസിറ്റീവ് കിട്ടണം. എഫ് ഓഫ് A1 പോസിറ്റീവ് കിട്ടണം. അങ്ങനെയാണ് എഫ് ഓഫ് A1 എഫ് ഓഫ് A0 ആണ്. എഫ് ഓഫ് A0 കൊണ്ട് പോസിറ്റീവാണ്. B1 ആയിട്ട് നമ്മൾ എടുക്കുക. B1 ആയിട്ട് ആരെ എടുക്കേണ്ടി? B1 ആയിട്ട് എഫ് ഓഫ് B1 നെഗറ്റീവ് ആവണം. അതാരാ? ലേറ്റസ്റ്റ് വാല്യൂ C അല്ലേ? C0 B1 ആയിട്ട് C0 എടുക്കുക. അപ്പൊ പുതിയ ഇന്റർവെലായി ആരാ? 0.5. ഇതാണ് A1, ഇതാണ് B1. ഇതിന്റെ മിഡ് പോയിന്റ് C1. C1 is equal to A1 plus B1/2. That is 0 plus 0.5/2. 0.25 കിട്ടും. 0.25. ഇനി എഫ് ഓഫ് C1 കാണാം. എഫ് ഓഫ് C1 കണ്ടിട്ട് അത് 0 ആയാൽ we are done. Proof is over. ഇത് C1 is the solution എന്ന് പറയാം. എഫ് ഓഫ് 0.25 അഥവാ 0 ആണെങ്കിൽ നമ്മൾ നിർത്തി വെക്കാം. കിട്ടി എന്താ? 0.25 is the answer കിട്ടാം. അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ പിന്നെ എന്താ ചാൻസ്? ഒരു പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ നോക്കണം നമുക്ക്. എഫ് ഓഫ് C1 എത്ര നോക്കട്ടെ? എഫ് ഓഫ് 0.25 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0 ആണോ എന്ന് ഞാൻ നോക്കട്ടെ. കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കണം. എഫ് ഓഫ് 0.25 അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വിളിച്ചോ. നമ്മൾ ഫംഗ്ഷൻ x³ മൈനസ് 9x പ്ലസ് 1. സോ എക്സ് ആയിട്ട് 0.25 എത്ര? 1/4 അല്ലേ? 1/4 ക്യൂബ് മൈനസ് 9/4 പ്ലസ് 1. 1/4 ക്യൂബ് എത്ര? 1/64 അല്ലേ? 4 16 64 മൈനസ് 9/4 ഞാൻ 9/4 പ്ലസ് 1 കുട്ടികൾ എത്ര? ഈ 60 64 ആക്കാൻ 16 കൊണ്ട് നിൽക്കും. 9 16 90 144 1/64 മൈനസ് 144/64 പ്ലസ് 64/64 ടോട്ടൽ 64 65 മൈനസ് 144 വരും. നെഗറ്റീവാണ്. നമുക്കിവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കിട്ടിയാൽ മതിയോ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കിട്ടിയാൽ മതി. നെഗറ്റീവ് ആണെന്ന് കിട്ടി. അതുകൊണ്ട് എഫ് ഓഫ് 0.25 is നെഗറ്റീവ്. അതുകൊണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് എഫ് ഓഫ് C1 നെഗറ്റീവ് കിട്ടുമ്പോൾ എഫ് ഓഫ് A1 എന്താ? എഫ് ഓഫ് A1 പോസിറ്റീവ്, എഫ് ഓഫ് C1 നെഗറ്റീവ്, എഫ് ഓഫ് B1 നെഗറ്റീവ്. അപ്പൊ വീണ്ടും അവിടെ റൂട്ടിലെ ഫസ്റ്റ് പാർട്ടിലോ സെക്കൻഡ് പാർട്ടിലോ? ഫസ്റ്റിലോ സെക്കൻഡിലോ? എഗെയിൻ ഫസ്റ്റ്, വീണ്ടും ഫസ്റ്റ്. ചിലപ്പോൾ മാറി വരും. ചിലപ്പോൾ ഫസ്റ്റ് കുറെ വരും, പിന്നെ ഫസ്റ്റ് സെക്കൻഡ്, പിന്നെ സെക്കൻഡിലേക്ക് വരും, അങ്ങനെയൊക്കെ വരും. ഇപ്പൊ വീണ്ടും ഫസ്റ്റ് തന്നെ കിട്ടി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് ഇനി പുതിയ A2 ഉണ്ടാക്കണം. A2 ആരാ? A2 എങ്ങനെ ഉണ്ടാക്കണം എന്ന് ചോദിച്ചാൽ A2 is chosen such that f of A2 is positive. f of A ഒക്കെ പോസിറ്റീവ് ആവട്ടെ. f of A2 പോസിറ്റീവ് ആവണമെങ്കിൽ നമുക്ക് A2 ആയിട്ട് ആരെന്നെ എടുക്കണം? നേരത്തെ A1 എടുക്കണം. പ്രീവിയസിലെ A1 തന്നെ A2 ആയിട്ട് എടുക്കുക. B2 ആയിട്ട് ആരെടുക്കുക? B2 ആയിട്ട് നെഗറ്റീവ് ഇടുന്ന ലേറ്റസ്റ്റ് സാധനം C1 അല്ലേ? B2 ആയിട്ട് C1 കൊടുക്കുക. ഇനി C2 is equal to A2 plus B2/2. So answer is 0 plus C1 ന്റെ വില 0.25 ഹരിക്കണം 2 0.125. 0.125. ഇവിടെയും എഫ് ഓഫ് C2 പൂജ്യമായി കിട്ടിയാൽ നിങ്ങൾക്ക് നിർത്താം. എഫ് ഓഫ് C2 പൂജ്യമായി കിട്ടിയാൽ നിങ്ങൾക്ക് നിർത്താം. 0.125 is the answer. അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ കിട്ടുന്നില്ല, പൂജ്യം കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നുകിൽ നെഗറ്റീവ് പോസിറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കണം. കാൽക്കുലേറ്റർ ഒന്ന് അടിച്ചു നോക്കട്ടെ.
ഇതൊന്ന് 1/8 ഒക്കെ ഇട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ അടിച്ചു പറയാം. 0.125 ക്യൂബ്, 0.125 ക്യൂബ് മൈനസ് 9 ഇൻറ്റു 0.125 0.125 പ്ലസ് 1 മൈനസ് ആണ് കിട്ടുന്നത്. മൈനസ് 0.123 കിട്ടുന്നത്. എഫ് ഓഫ് C2 ചെയ്യുമ്പോൾ മൈനസ് 0.123 സംതിങ് അവരുടെ എഗെയിൻ നെഗറ്റീവ്. അപ്പൊ വീണ്ടും നമുക്ക് എന്താ നമ്മുടെ പുതിയ ഇന്റർവൽ ആരാ 0.25 മിഡ് പോയിന്റ് 0.125. ഇവിടെയും എന്താ കിട്ടുന്നത് 0.125 നെഗറ്റീവാ കിട്ടുന്നത്, ഇവിടെ നെഗറ്റീവാ കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ മിഡ് പോയിന്റ് കിട്ടുക അതാരാ 0.125 മിഡ് പോയിന്റ് ആരാ 0.125 മിഡ് പോയിന്റ് 0.0625 ശരിയല്ലേ? 0.0625 അല്ലേ? 0.0625 നമ്മുടെ ആണല്ലോ. ഓക്കെ 0.125 മിഡ് പോയിന്റ് 0.125 മിഡ് പോയിന്റ് 0.0625 0.0625 ആദ്യം 0.0625. ഇനി നോക്ക്, ഇനി നിങ്ങൾ എഫ് ഓഫ് 0.0625 അടിച്ചാൽ 0.0031 നമുക്ക് കിട്ടും. ഇതിന്റെ അർത്ഥം അപ്രോക്സിമേറ്റ്ലി ഇപ്പൊ നോക്ക്. ഇനി നമ്മൾ ചെയ്താൽ ഇനി നമ്മൾ എഫ് ഓഫ് എന്ത് കിട്ടി? എഫ് ഓഫ് C2 നെഗറ്റീവ് എന്ന് കിട്ടി. Therefore C3 is equal to A3 plus B3/2. ആരാ A3 ആയിട്ട് നമ്മളെ പോസിറ്റീവ് കിട്ടുന്ന A2 തന്നെ. B3 ആയിട്ട് ആരാ കഴിഞ്ഞ C2 ആണ് B3. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരുടെ കിട്ടുക 0 പ്ലസ് 0.125/2 ആണ് നമ്മളെ C3. അതത്ര 0.0625. എഫ് ഓഫ് C3 ചെയ്താൽ എത്ര കിട്ടുക? വളരെ ചെറിയ സംഖ്യ കിട്ടുക. നോക്കട്ടെ, എഫ് ഓഫ് C3 എന്ന് പറഞ്ഞാൽ 0.625 ക്യൂബ്, ഇതിന്റെ ക്യൂബ് മൈനസ് 9 ഇൻറ്റു 0.0625 പ്ലസ് 1 പോസിറ്റീവ് കിട്ടുന്നുണ്ട് 0.43 0.43 സംതിങ്. ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 0. 0.43 എന്ന് പറഞ്ഞാൽ 0 അടുത്താണ്. പക്ഷെ ബൈസെക്ഷൻ മെത്തേഡ് കുറെ സ്റ്റെപ്പ് ചെയ്താലേ കിട്ടും. നമുക്ക് ഇനിയും 2-3 സ്റ്റെപ്പ് കൂടി ചെയ്യാം. അപ്പൊ ഇത് ചെറുതായി 0.003125 എന്നൊക്കെ വരും. അതൊക്കെ കൊടുത്താൽ എഫ് ഓഫ് C4 എഫ് ഓഫ് C5 ഒക്കെ നിങ്ങൾക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ചെയ്താൽ എഫ് ഓഫ് C5 ഒക്കെ നിങ്ങൾക്ക് 0.0012 കിട്ടും, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി 0. ദാറ്റ് ഈസ് എഫ് ഓഫ് CI. എഫ് ഓഫ് CI 0 വരില്ല വേണ്ടത്. അപ്പോഴല്ലേ CI നെ നമ്മൾ സൊല്യൂഷൻ എന്ന് പറയാം. എഫ് ഓഫ് CI 0 അടുക്കും. Therefore we can stop there. Okay, നമുക്ക് ഇങ്ങനെ എഴുതാം. Therefore C5 is an approximate root of the solution. ആരാ C5? 0.0012 നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തില്ലേ അയാള്. ഈ ഫംഗ്ഷന്റെ ഇതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 0.012 അങ്ങനെ എന്തോ ആണ് ഇതിന്റെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, 1-2 ഇടയിലെ സൊല്യൂഷൻ അതാണ്. 3 സൊല്യൂഷൻ ഉണ്ടാവും. 1-2 ഇടയിലെ സൊല്യൂഷൻ ഉണ്ട്, 1-4 വേറെ 2.something വേറെ സൊല്യൂഷൻ ഉണ്ട്. ഏതായാലും ഇതിന്റെ സൊല്യൂഷൻ 0.00 സംതിങ് ആണ് അത് നമുക്ക് കിട്ടുന്നത്. ഏതായാലും എഫ് ഓഫ് C5 0 അടുക്കുന്നു. അതിന്റെ അർത്ഥം C5 എന്താ? C5 കറക്റ്റ് ആൻസറിലേക്ക് അടുക്കുന്നു അതിന്റെ അർത്ഥം. C5 ഈസ് ആൻ അപ്രോക്സിമേറ്റ് റൂട്ട്. ക്ലിയർ അല്ലേ? ഇനി ഇതാണ് നമുക്ക് എന്താക്കേണ്ടത് തിയറിറ്റിക്കലി നമുക്ക് പറയേണ്ടത്.